ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലടക്കം 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളാണ് 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്താനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? അമൃത, 2018 ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി പുറത്തു വന്നത്. അന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ 4 ജഡ്ജിമാരും അനുകൂലമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് അപ്പീൽ നൽകുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ ശബരിമല യുവതി പ്രവേശനം 9-അംഗ ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു. ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ കാലത്താണ് ഇത്തരത്തിൽ മാറ്റിയത്. പക്ഷേ പിന്നീട് ആ തരത്തിലുള്ള ഒരു ബെഞ്ച് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ജഡ്ജിമാരെ അതിലേക്ക് നിയോഗിക്കാനോ ആ തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. അതിനിടയിൽ തന്നെ പല ജഡ്ജിമാരും മാറി മാറി വരികയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആദ്യം തീരുമാനിച്ചിരുന്ന പല ജഡ്ജിമാരും വിരമിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ചീഫ് ജസ്റ്റിസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കേവലം ശബരിമല യുവതി പ്രവേശനം മാത്രമല്ല, മുസ്ലിം പള്ളികളിലെ സ്ത്രീകളുടെ പ്രവേശനം ഉൾപ്പെടെയുള്ള ലിംഗസമത്വം, സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഇവയുള്ളത്. ഇത് തനിക്ക് ഇനി ഒരു 1.5 വർഷം കാലാവധി ഉള്ളതിനാൽ ഈ വിഷയങ്ങളിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കും, അത് കൃത്യമായ വാദം കേൾക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2025 കടന്നു പോകുമ്പോൾ 3 ചീഫ് ജസ്റ്റിസുമാരാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്, ഒന്നിന് പിന്നാലെ മറ്റൊന്നായി. അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു കാലപരിധി അവരുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടുപോയത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കൃത്യമായ തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഇങ്ങനെയൊരു ബെഞ്ചിനുള്ള സാധ്യത പരിശോധിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ബെഞ്ച് സാധ്യമാവുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്? ധനസുബോധ, പ്രധാനമായും യുവതി പ്രവേശനം ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ അനുവദിക്കാമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുക. ഈ 2018 ബെഞ്ച് പരിഗണിച്ചിരുന്ന സമയത്ത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഒഴികെയുള്ള ബാക്കി 4 ജഡ്ജിമാരും യുവതി പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇത് റിവ്യൂ പെറ്റീഷൻ കേരളത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ 9-അംഗ ബെഞ്ച് പരിഗണിക്കാതിരുന്നത്. യുവതി പ്രവേശനം സാധ്യമാണോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇനി പരിഗണിക്കാൻ പോകുന്നത്. കാര്യം ഇതിനു മുമ്പ് ഈ പല ക്ഷേത്രങ്ങളിലും പല മന്ദിരങ്ങളിലും ഇത്തരത്തിലുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം എന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു സുപ്രീം കോടതിക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ആ തീരുമാനം തന്നെ മുറുകെ പിടിക്കുമോ അതോ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. ഏതായാലും ഈ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ മുഴുവനും ഒരു വിവാദമായി പടർന്ന് കയറിയ ഒരു വിഷയത്തിന് ഒരു തീരുമാനമാകാതെ നീണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളൊരു കൂടി വിഷയത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ 9-അംഗ ബെഞ്ച് രൂപീകരിക്കും, ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കും എന്നുള്ളൊരു കാര്യം ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. നരസിംഹമോദി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഭരണഘടനാ ബെഞ്ച് അത് സാധ്യമാകേണ്ടി തന്നെ ഇരിക്കുന്നു, അല്ലേ? ഈ ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുമ്പോൾ അത് കോടതിയുടെ മൊത്തം കേസുകളെ അതിന്റെ പ്രവർത്തന രീതികളെയൊക്കെ മൊത്തം ബാധിക്കുന്നതാണ്. കാര്യം പല ബെഞ്ചുകളിലായിരിക്കുന്ന ജഡ്ജിമാരെ ഒരു 9 പേരെ ഒരുമിച്ച് ഒരു ഭരണഘടനാ ബെഞ്ചായി നിർത്തുകയും ചെയ്യണം. ആ സമയത്ത് തന്നെ അവർ മണിക്കൂറുകളോളം ദിവസങ്ങളോളം കേസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു കേസുകളെയും ഇത് ബാധിക്കും. കാര്യം സുപ്രീം കോടതി, ഹൈക്കോടതിയിലാണെങ്കിൽ സിംഗിൾ ബെഞ്ച് ഉണ്ട്, സുപ്രീം കോടതിയിലാണെങ്കിൽ സിംഗിൾ ബെഞ്ചില്ല. 2 ജഡ്ജിമാർ ചേർന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചാണ് എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു 9-അംഗ ബെഞ്ച് പ്രവർത്തിക്കുമ്പോൾ മറ്റു കേസുകളെ കൂടി അതൊരു ബാധിക്കും എന്നുള്ളതിനാൽ തന്നെയാണ് ഈ ബെഞ്ച് രൂപീകരണം വൈകൊണ്ടിരിക്കുന്നത്. ഈ വിവാദ വിഷയങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഇഴകീറി പരിശോധിച്ച് ഓരോ കക്ഷിയും കൃത്യമായി അഫിഡവിറ്റ്, അതിന്റെ സത്യവാങ്മൂലം നൽകുകയും അതിന് എതിർ സത്യവാങ്മൂലം നൽകുകയും അങ്ങനെ ഓരോ കക്ഷികൾക്കും ഓരോ വിഭാഗത്തിനും എത്ര മണിക്കൂറുകളാണ് വാദിക്കാനുള്ളത് എന്നുള്ളത് ആദ്യം തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം
ദിവസങ്ങൾ നീളുന്ന ഒരു കേസ് വാദം തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ നടക്കുക. ഈ ബെഞ്ച് രൂപീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും. അതിനുശേഷം പിന്നീട് കേസ് വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുകയായിരിക്കും ചെയ്യുന്നത്. ചില കേസുകളിൽ ആ സമയത്ത് തീർന്ന ഉടൻ തന്നെ വിധി പറയാറുണ്ട്. പക്ഷെ ചിലത് മാസങ്ങൾ തന്നെ വിധി പറയാൻ എടുക്കും. ഏതായാലും ബെഞ്ച് രൂപീകരണവുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകി.